നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന കർത്തദാസന്മാർ, ദൈവസഭ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ തിരുവചന പഠനത്തിൽ പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ദൂതൻ അപ്പോസ്തലന്മാരോട്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോടെ പ്രസ്താവിപ്പീൻ. കാവൽക്കാർ അവിടെ നിൽക്കുമ്പോൾ ദൂതൻ തടവറയുടെ വാതിൽ തുറന്ന് അവരെ പുറത്താക്കി. നാം ഈ ഭാഗം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിന്റെ ഇടയിൽ പല അത്ഭുതങ്ങളും നടക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നവർ അനേകരായി. അതിൽ മഹാപുരോഹിതനും കൂട്ടർക്കും അസൂയ നിറഞ്ഞ് അവരെ തടവിൽ ആക്കുന്നു. ദൂതൻ അവരെ വിടുവിക്കുന്നു. എൻ്റെ ചിന്ത, എന്തുകൊണ്ട് ദൈവം ദൂതനെ തിരുവചനം ഘോഷിക്കുവാൻ ദേവാലയത്തിലേക്ക് അയച്ചില്ല എന്ന ചിന്ത ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാംസിലേക്ക് എത്തിച്ചു. ദിനംപ്രതി ഇതിൻ്റെ പുതിയ വാർത്തകൾ കേൾക്കുകയും ഓരോ രാജ്യങ്ങളും ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനായി പണം നീക്കിവെക്കുകയും ഡെലിഗേറ്റ്സിനെ ഇത് പഠിക്കുവാൻ പല ദേശങ്ങളിലേക്കും അയക്കുകയും ചെയ്യുന്നു. ചൈന ഇതിൽ വളരെ മുൻപന്തിയിലായി. AI ഡീകോഡഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസവും ന്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം ഓർ അതിൻ്റെ ഡിഫറെൻ്റ് പ്രോഗ്രാംസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഫൈനൽ കമ്മീഷനായ നിങ്ങൾ ഭൂലോകത്തിൻ്റെ അടുത്തോളം പോയി സുവിശേഷം പറയുക എന്നതിനായി ഉപയോഗിച്ചുകൂടാ? ഒരു കാലഘട്ടത്തിൽ ദൈവസഭയിൽ സിനിമ, TV അങ്ങനെ പലതും നിഷിദ്ധമായിരുന്നു. എന്നാൽ ഇന്ന് ഇങ്ങനെ നിഷിദ്ധമായത് എല്ലാം മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി കയ്യിൽ കൊണ്ടു നടക്കുന്നു. 1950 കാലഘട്ടത്തിൽ നിർമ്മിത ബുദ്ധി ഒരു കാൽക്കുലേറ്ററിൻ്റെ കണ്ടുപിടുത്തവുമായി ബ്രിട്ടനിലും അമേരിക്കയിലും തുടങ്ങി എങ്കിൽ ഇന്ന് അത് ഒരു സംസാരിക്കുന്ന, നമ്മുടെ സാജു ചാത്തന്നൂർ പാസ്റ്റർ എപ്പോഴും പറയുന്ന സോഫിയയിൽ അല്ല, അനേകം പേരുകളിൽ മനുഷ്യരെക്കാൾ സൗന്ദര്യമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ റോബോട്ട്സിനെ 3D പ്രിന്റിങ്ങിലൂടെ അനേകായിരങ്ങളെ നിർമ്മിക്കപ്പെടുന്നു. അവ പല ആകൃതി, കളറ്, ഷേപ്പിൽ നിർമ്മിക്കപ്പെടുന്നു. അവയെ പല ഹസാഡസ് ലൊക്കേഷനിലും അല്ലാതെയും ജോലിക്കായി നിയമിക്കപ്പെടുന്നു. AI ഹ്യൂമൻ റോബോട്ട്സിൻ്റെ മുഖത്തെ ചർമ്മം കൾച്ചേർഡ് സെൽ സ്കിന്നും സിലിക്കോണും ആയി നിർമ്മിച്ചതിനാൽ അവയ്ക്ക് മനുഷ്യരെ പോലെ സൗന്ദര്യത്തോടെ ചിരിക്കുവാൻ കഴിയുന്നു. മനോഹരമായ കണ്ണുകൾ നിർമ്മിച്ചതിനാൽ അത് മനുഷ്യകുലത്തിന് വളരെ വിസ്മയം തന്നെ. അതുകൊണ്ട് മനുഷ്യനെ പോലെ അവയ്ക്ക് ഇൻട്രാക്ട് ചെയ്യുവാൻ കഴിയുന്നു. കൂടാതെ അണ്ണാനെ പോലെ ചാടുന്ന, ഡോഗിനെ പോലെ ഇൻ്റലിജൻസായി ജോലി ചെയ്യുന്ന, യോനെ വിഴുങ്ങിയ തിമിംഗലത്തെ പോലെ ആഴക്കടലിൽ സഞ്ചരിക്കുന്ന, അങ്ങനെ അനേകം AI റോബോട്ട്സ് ഇന്ന് ലോകത്തിൽ ഉണ്ട്. എന്നാലോ അതെ, ഈ നിർമ്മിത ബുദ്ധി പല ആപ്ലിക്കേഷൻ ആയി, അതുപോലെയുള്ള ആപ്പ് സുശേഷം അനേക ലക്ഷങ്ങളിലേക്ക് അതിവേഗം എത്തിക്കുവാൻ വളരെ ഉപകാരപ്പെട്ടതാണ്. അത് ദൈവസഭയുടെ ദിനംപ്രതി ശുശ്രൂഷകൾക്ക് പിന്തുണയ്ക്കുവാൻ വ്യത്യസ്ത വിധങ്ങളിൽ പല പ്രോഗ്രാമുകളായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഫോൺ ആപ്പ് സ്റ്റോറിൽ ഇവയെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാൻ കഴിയും. ChatGPT പോലുള്ള ആപ്ലിക്കേഷൻ ദൈവവചനത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രിപ്പയർ ചെയ്യുവാനും, ബൈബിൾ ക്ലാസ് നടത്തുവാൻ, പറയുന്ന പ്രസംഗം എഴുതുവാൻ, പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുവാനും, പലവിധമായ ചർച്ചിൻ്റെ വളർച്ച പഠിക്കുവാനും, സുവിശേഷ വേലയ്ക്ക് പലവിധ മാധ്യമങ്ങളാക്കി ഉപയോഗപ്പെടുത്തുവാനും കഴിയും. ഏകദേശം 40 തൊട്ട് 90 ഭാഷയിലേക്ക് ദിനംപ്രതിയുള്ള ദൈവവചന ശുശ്രൂഷ പരിഭാഷ ചെയ്യുവാൻ കഴിയും.
എന്നാൽ ഇതിനായി ദൈവസഭകൾക്ക് സമയവും സമർപ്പണവും സാമ്പത്തിക ചെലവും ഉള്ളതിനാൽ അതിനായി പ്രവർത്തിക്കുകയും സഭയിലെ അനേക യുവാക്കളെ ഇതിനായി പരിശീലിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് പുതിയ ജോലി ലഭ്യമാകും. ഇതോടുകൂടി അനേകരുടെ ജോലി നഷ്ടമാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ആവർത്തനം 4:16 യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ സാദൃശ്യം ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ അരുത് എന്ന് പറയുന്നിടത്ത് ഈ കാലഘട്ടത്തിൽ AI റോബോട്ടിക് ഹ്യൂമൻ ടെക്നോളജി പഠിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കുന്നു. ഇത് എന്നെ കേൾക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താനായിട്ടല്ല, എന്നാൽ ഏതു ദൈവവൈതലും സുവിശേഷം ഘോഷിക്കുക എന്നുള്ളത് അവരുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. ദൈവസഭയെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനായി പറയട്ടെ. ഹബക്കൂക്ക് പ്രവാചകൻ 1:4 പറയുന്നു, ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം, ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്ന കാലഘട്ടം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവേറ്റം അടുത്തുപോയി. യേശു പറഞ്ഞു, ഈ ശിഷ്യന്മാർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ലൂക്കോസ് 19:40 പറയുന്നു. കൂടാതെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു, അന്ത്യകാലത്ത് പലരും ഈ വചനം പരിശോധിക്കുകയും ന്യായം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് 12:4 പറയുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാവരോടും എല്ലാ ദേശത്തും കടന്നുപോയി സുവിശേഷം പറയുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. എന്നാലോ ഇത് കുബേരന്റെയും കുചേലിന്റെയും ഭവനത്തിൽ ഇന്നത്തെ പലവിധമായ മീഡിയയിലൂടെ കടന്നു ചെല്ലുവാനും അവരെ വചനം പരിശോധിച്ചു നോക്കുവാനും സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് തിരിവാനും ഇടയായി തീരും. നമ്മെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നടത്തിയ ദൈവം അനേക ലക്ഷങ്ങളെ, ഇന്നും ദൈവത്തെ കണ്ടുമുട്ടാത്ത ജീവിതങ്ങളെ ക്രിസ്തുയേശുവിലേക്കും അതിലൂടെ നിത്യജീവനിലേക്കും നടത്തുവാൻ ഇടയാകട്ടെ. സഭകൾ പുതിയ കാഴ്ചപ്പാടോടെ പുതിയ വിഷൻ ആൻഡ് മിഷന് വേണ്ടി പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയരെ, നാം ഇതൊക്കെ മനസ്സിലാക്കുവാൻ AI ഹ്യൂമൻ റോബോട്ട്സിന്റെ രൂപങ്ങൾ പലതും ഇവിടെ ചേർക്കപ്പെട്ടു. എന്നാൽ മാനുഷികരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന രൂപങ്ങളെ, സാദൃശ്യങ്ങളെ നാം നമസ്കരിക്കുവാനോ അതിനോട് പ്രാർത്ഥിപ്പാനോ യാചിപ്പാനോ നമുക്ക് അനുവാദമില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ഏകരക്ഷകനായ യേശുവിനെ, 3-ാം നാൾ കല്ലറയെ ഭേദിച്ച് ഉയർത്ത് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ ഘോഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അറിവ്, താലന്തുകൾ എന്നിവ നാം ഉപയോഗിക്കാം. യേശുനാമം ജയിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ.